ആ രാത്രി എല്ലാം പറഞ്ഞവസാനിപ്പിച്ച് ദേവൂട്ടിക്ക് കുഞ്ഞിനെ അശോകന് നൽകേണ്ട എന്ന സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് ഞങ്ങൾ രണ്ടാളും ഉറങ്ങാൻ കിടന്നത്. എന്നാൽ എന്ന് പറഞ്ഞു നിർത്തിക്കൊണ്ട് ഒരു നിമിഷം നാണിയമ്മ നിശബ്ദയായി നിന്നു. അങ്ങനെ നിശബ്ദയായി നിന്ന അവർ തനിക്കരികിൽ നിൽക്കുന്ന ദേവൂട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കി നിന്നു. ശേഷം പതിയെ അവരുടെ ചുണ്ടുകൾ വീണ്ടും ചലിച്ചു തുടങ്ങി. ആ രാത്രി പുലരാൻ ഏതാനും സമയം മാത്രം ബാക്കി നിൽക്കെ നല്ല ഉറക്കത്തിലായിരുന്ന ഞാൻ ആരോ വന്ന് തട്ടി വിളിക്കും പോലെ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. നോക്കുമ്പോൾ മുറിയിൽ നല്ല ഇരുട്ട്. എന്നാൽ ആ ഇരുട്ടിൽ മുറിക്കകത്തു നിന്നും വല്ലാത്തൊരു ഞരക്കം കേട്ടു. ഞാൻ എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റിട്ട് നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ചയായിരുന്നു. ആ മുറിയിലെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ദേവൂട്ടി അവളുടെ കൈകളിൽ തുണികൾ കൂട്ടിപ്പിടിച്ചിരിക്കുന്നു. ഞാൻ അവൾക്കരികിലെത്തി നോക്കുമ്പോൾ കണ്ടതോ അവളുടെ കയ്യിലെ ചുരുട്ടിപ്പിടിച്ച തുണികൾക്കിടയിൽ അവളുടെ കുഞ്ഞ്. ആ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഞാൻ നിന്ന് വിറങ്ങലിച്ചു പോയി. ഒരു നിലവിളിയോടെ ഞാൻ ദേവൂട്ടിയെ വിളിച്ചു, "ദേവൂട്ടി മോളെ." പക്ഷേ എൻ്റെ ആ വിളി അവൾ കേട്ടില്ല. പകരം ഭയന്ന് വിറച്ചിരുന്ന അവൾ കൂടുതൽ ഭയന്ന് വിറച്ചുകൊണ്ട് ആ മുറിയിലെ മൂലയിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത്. അതുകണ്ട ഞാൻ വീണ്ടും എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ ദേവൂട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ കഴിയാതെ വീണ്ടും അവളെ തന്നെ നോക്കി നിന്നുപോയി. അവളുടെ കയ്യിലെ ചുരുട്ടിപ്പിടിച്ച തുണികൾക്കിടയിൽ നിന്നും വീണ്ടും ഞാൻ ആ ഞരക്കം കേട്ടു. ദേവൂട്ടി, അവളുടെ കുഞ്ഞ് ആ കൈകളിൽ കിടന്ന് പിടയുകയായിരുന്നു. ആ സത്യം തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ കുഞ്ഞിനെ ദേവൂട്ടിയുടെ കൈകളിൽ നിന്നും ബലമായി തന്നെ പിടിച്ചു വാങ്ങി എൻ്റെ കൈകളിലാക്കി. നോക്കുമ്പോൾ കണ്ടതോ ആകെ വാടിത്തളർന്ന ആ കുഞ്ഞു ശരീരത്തെ ചെറിയൊരു ഞരക്കം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടെ കുഞ്ഞിന് കാര്യമായി എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് ഓടി. അവിടെയെത്തി ഡോക്ടറോട് കാര്യം പറഞ്ഞു. തുടർന്ന് കയ്യിലിരുന്ന കുഞ്ഞിനെ ഡോക്ടറുടെ കൈകളിലേക്ക് കൊടുത്തു. അതോടെ ആ ഡോക്ടറും ഒരു നേഴ്സും കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് നടന്നു. തുടർന്ന് വിശദമായ പരിശോധനകൾ നടത്തി. ആ പരിശോധനകൾക്കൊടുവിൽ കുഞ്ഞിനെ ICUവിലേക്ക് മാറ്റി. അക്കാര്യം ഒരു നേഴ്സ് വന്ന് എന്നോട് പറഞ്ഞു. അത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഞെട്ടിവിറച്ച് ഞാൻ നിന്നു. തുടർന്ന് കുഞ്ഞിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ചോദിച്ചറിയാൻ തുടങ്ങുന്നതിന് മുമ്പേ 48 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ നേഴ്സ് എന്നെ മറികടന്ന് മുന്നോട്ട് നടന്നു കഴിഞ്ഞിരുന്നു. അവർ എൻ്റെ മുന്നിൽ നിന്നും പോയിക്കഴിഞ്ഞതും എൻ്റെ മനസ്സിൽ ദേവൂട്ടിയെക്കുറിച്ചുള്ള ഓർമ്മ വന്നു. അതോടെ ഞാൻ തിരികെ ദേവൂട്ടിക്കരികിലേക്ക് ഓടി. റൂമിലെത്തി ദേവൂട്ടിക്കരികിലെത്തിയ ഞാൻ നോക്കുമ്പോൾ കണ്ടത് അഴിഞ്ഞുലഞ്ഞ മുടിയിഴകളൊന്നും വാരിക്കെട്ടാതെ അപ്പോഴും ആ മൂലയിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ദേവൂട്ടിയായിരുന്നു. അങ്ങനെയിരിക്കുന്ന അവൾ ഇടയ്ക്കിടെ തല വട്ടം കറക്കി ചുറ്റുപാട് നോക്കിക്കൊണ്ടേയിരുന്നു. ആ നോട്ടത്തിൽ അവളുടെ മിഴികളിൽ വല്ലാത്ത ഭയം നിറഞ്ഞു നിന്നിരുന്നു. ആ ഭയം അവളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നും ഉയർന്നു വന്നതാണെന്ന സത്യം ഒരു ഞെട്ടലോടെ ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ മനസ്സിൻ്റെ ആ ഞെട്ടലിനു കാരണം മറ്റൊന്നുമായിരുന്നില്ല. തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന ചിന്തയും അതോടൊപ്പം നാളിതുവരെ അവൾ അനുഭവിച്ച എല്ലാ വേദനകളും ആ മനസ്സിന് താങ്ങാൻ കഴിയാതിരിക്കെ ഇപ്പോൾ ഇത്രയും നാൾ താൻ കാത്തുസൂക്ഷിച്ച തൻ്റെ ജീവൻ്റെ പാതിയെ നഷ്ടപ്പെടുമോ എന്ന പേടി അത് അവൾക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അതോടെ പാവം ദേവൂട്ടി അവളുടെ മനസ്സിൻ്റെ താളം അത് പതിയെ ചെറുതായി തെറ്റിത്തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു ഞാൻ കണ്ടത്. നാണിയമ്മയുടെ ആ ചിന്തകൾ സത്യം തന്നെയായിരുന്നു. അത് മനസ്സിലായതും ഞാൻ ദേവൂട്ടിക്ക് മുന്നിൽ നിന്ന് നിലവിട്ട് കരഞ്ഞുപോയി. ഒപ്പം ദേവൂട്ടിക്ക് ഇപ്പോൾ ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാകാൻ കാരണം ഞാനാണെന്ന കുറ്റബോധം അതെൻ്റെ മനസ്സിനെ കുത്തിനോവിച്ചുകൊണ്ടേയിരുന്നു. അതോടെ ദേവൂട്ടിക്കരികിൽ തളർന്നിരുന്നു പോയി ഞാൻ. ആ ഇരിപ്പ് എത്ര നേരം ഇരുന്നുവെന്ന് എനിക്ക് അറിയില്ല. ഒടുവിൽ സ്വബോധം വീണ്ടെടുത്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ തനിക്ക് മുന്നിലിരിക്കുന്ന ദേവൂട്ടിയെ എങ്ങനെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നറിയാതെ നിശബ്ദയായി ഞാൻ അങ്ങനെയിരുന്നു. ഈ സമയം എനിക്ക് മുന്നിലിരിക്കുന്ന ദേവൂട്ടിയാകട്ടെ അഴിഞ്ഞുലഞ്ഞ മുടികൾക്കിടയിലൂടെ തൻ്റെ കണ്ണുരുട്ടി ചുറ്റുപാടും നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അവളുടെ കണ്ണുകളിൽ നല്ല ഭയം അത് വല്ലാതെ വിറങ്ങലിച്ചു നിന്നിരുന്നു. അത്രയും പറഞ്ഞു നിർത്തിയതും ഒരു തേങ്ങലോടെ നാണിയമ്മ നിശബ്ദയായി നിന്നു, ഒരു കുറ്റവാളിയെപ്പോലെ. എന്നാൽ ഇവിടെ നാണിയമ്മ പറഞ്ഞ ആ ഒരു കാര്യം കേട്ട് അല്പനേരത്തേക്ക് കോടതി മുറിയും പരിസരവും നിശബ്ദമായി തീർന്നു. ആ നിശബ്ദതയ്ക്കൊടുവിൽ
അവിടെ ഇരുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ നാണിയമ്മയുടെ ആ ഏറ്റുപറച്ചിലും കുറ്റസമ്മതവും ദേവൂട്ടിയുടെ അന്നത്തെ ആ അവസ്ഥയും അത് അവരെ ഓരോരുത്തരെയും ഒരുപാട് വേദനിപ്പിക്കുകയാണ് ചെയ്തത്. ആ വേദനയിൽ അവരിൽ പലരുടെയും കണ്ണുകളും നിറഞ്ഞു. അങ്ങനെ അല്പനേരം നീണ്ടുനിന്ന ആ നിശബ്ദതയ്ക്കൊടുവിൽ നാണിയമ്മ വീണ്ടും തുടർന്നു. അങ്ങനെ തകർന്നടിഞ്ഞ മനസ്സുമായി ഞാൻ കരഞ്ഞു തളർന്നിരിക്കെ ഒരു നേഴ്സ് എനിക്കരികിലെത്തി. പെട്ടെന്ന് ഡോക്ടറുടെ അടുത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അതോടെ ദേവൂട്ടിയെ അവിടെ തനിച്ചാക്കി ഞാൻ ദേവൂട്ടിക്കരികിൽ നിന്നും ഡോക്ടറുടെ അടുത്തേക്ക് നടന്നു. ഡോക്ടറുടെ അടുത്തെത്തിയതും ഡോക്ടർ എന്നോട് കുഞ്ഞിൻ്റെ നില അല്പം ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. അതിനാൽ കുഞ്ഞിനെ അതിൻ്റെ അമ്മയും അച്ഛനും മറ്റു ബന്ധുക്കൾക്കും വന്ന് കാണാമെന്നും പറയുന്നു. അത് കേട്ടതും എൻ്റെ ജീവൻ നിലച്ചുപോയി. എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ ആ ഡോക്ടർക്ക് മുന്നിൽ നിശബ്ദയായി ഞാൻ നിന്നു പോകുന്നു. അല്പനേരം അങ്ങനെ നിന്ന ഞാൻ ഒടുവിൽ അശോകനെ കാണാൻ തീരുമാനിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി. എന്നാൽ അശോകൻ നിൽക്കുന്ന ആ മുറിയിലേക്ക് എനിക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ കഴിയുമായിരുന്നില്ല. അതിൻ്റെ കാരണം അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. അങ്ങനെ അവിടേക്ക് ഓടിയെത്തിയ ഞാൻ മുറിക്കുള്ളിൽ നിൽക്കുന്ന അശോകൻ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നതുവരെ ആ മുറിക്ക് പുറത്തെ കാത്തുനിന്നു. ഈ സമയങ്ങളിലെല്ലാം ഞാൻ എനിക്കറിയാവുന്ന എൻ്റെ സകല ദൈവങ്ങളെയും വിളിച്ച് ആ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി ഉള്ള പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. അങ്ങനെ ഒടുവിൽ അശോകൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അതോടെ ഞാൻ ഓടി അശോകൻ്റെ അടുത്തെത്തി അശോകനോട് കാര്യം പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ അശോകൻ എന്നെയും കൂട്ടി കുഞ്ഞിൻ്റെ അരികിലേക്ക് ഓടി. അവിടെയെത്തി ഡോക്ടറെ കണ്ടു. അതോടെ ഡോക്ടർ കുഞ്ഞിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അശോകനോട് പറഞ്ഞു. അതുകേട്ട അശോകനും ഞാനും ഡോക്ടർക്ക് മുന്നിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഈ സമയം ഡോക്ടർ അശോകൻ കുഞ്ഞിൻ്റെ ആരാണെന്ന് ചോദിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം അദ്ദേഹം ചോദിച്ചു തീരുന്നതിന് മുമ്പേ അശോകൻ പറഞ്ഞു, ഇത് എൻ്റെ കുഞ്ഞാണ് സാർ, ഞാൻ അവൻ്റെ അച്ഛനാണ്. അത് കേട്ടതും ഞാൻ ഒരു നിമിഷം ഞെട്ടലോടെ അശോകൻ്റെ മുഖത്തേക്ക് നോക്കി അമ്പരന്ന് നിന്നുപോയി.